കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊന്നും ഒരു ആനുകൂല്യങ്ങളും ഈ 25 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. അതെന്ത് പറ്റി? അതൊക്കെ അവരോട് ചോദിക്കണം, അതെനിക്കറിയത്തില്ല. ഈ പിന്നെ നമുക്കിപ്പോൾ ഒരുപക്ഷെ അവർ സഹായത്തിന് ഇങ്ങോട്ട് വരാത്തയാണോ അച്ഛൻ സഹായം സ്വീകരിക്കാത്തയാണോ? ഇവിടെ അവർ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്, ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്, എന്നോട് അത് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്ത ഇതൊക്കെ. ഓ ശരി. ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ പറഞ്ഞു, മത്സ്യം വളർത്താൻ പറഞ്ഞു, അവർ വന്നതനുസരിച്ചിട്ട് ചെയ്തു. ഇതെല്ലാം മത്സ്യക്കുളമായിരുന്നു, 18 വെള്ളത്തിൽ നശിച്ചു പോയതാ. പിന്നീട് ഞാൻ മത്സ്യം വളർത്താം, അതിനകത്ത് ഇപ്പോൾ ഒരു 100 കിലോ മീനുണ്ട്. ഓ ശരി. അതിനകത്ത് ഇപ്പം കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം സമീപിച്ച ശേഷം അവർ ഇവിടുന്ന് ഫ്രൂട്ട്സും തൈകളും ഒക്കെ കൊണ്ടുപോയി. പിന്നീട് എന്നോട് പറഞ്ഞു അത് സബ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞ് 25 വർഷം ഞാൻ നടന്നു, 1 കിലോ വളം പോലും ഇരിക്കിട്ടില്ല. അത് ശരി. നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെയും നമ്മളുടെ ഇതിൽ നിന്ന് എൻ്റെ സ്വന്തം അധ്വാനമാണ്, എൻ്റെ സ്വന്തം പൈസയാണ്. പക്ഷേ അവരെന്നെ പറ്റിച്ചിട്ട് ഒരുപാട് തൈകളും പഴങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. കൃഷി വകുപ്പാണ്. അതിൽ പ്രത്യേകമായ പേരെടുത്ത് പറയാം, ഞാൻ അവരൊന്നും ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല.